അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് മുള്ളൻതണ്ട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ നമ്മുടെ അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇടുക്കിയിൽ. അപ്പോൾ അതിന് ഞങ്ങൾ ഉച്ചിലക്കത്ത് പോയിട്ട് അന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ മുള്ളൻതണ്ട് വ്യൂ പോയിൻറ്റിലേക്കായിരുന്നു പോയത്. മുള്ളൻതണ്ട് വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ മുള്ളൻതണ്ട് കുരിശുമല എന്നാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് അറിയപ്പെടുന്നത്. നമ്മൾ മേളിൽ ചെല്ലുമ്പോൾ ഒരു കുരിശും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടേക്കുള്ള ഒരു ഓഫ് റോഡ് റൈഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഓഫ് റോഡ് കാഴ്ചകളിലേക്ക് പോകാം. അയ്യോടാ, va. കൊള്ളാൻ പോ. ആ ബോടാ. എൻ്റെ അളിയാ, കയറിയിട്ടാണോ പിന്നെ?
ഒറ്റയടി കയറി പോണം അല്ലേ? ആ സീനില്ല, രണ്ട് സൈഡും കാടാ, വീണാലും അവിടെ കിടക്കത്തേ ഉള്ളൂ. സാബുണ്ണ സീൻ. വാവ്. അതെ അതെ. അയ്യോ ഇവിടെ ചേർന്ന് പോകുന്നില്ല. അല്ല വൈസർ മറ്റേ ഓ ആ സാമ ഇങ്ങനെ കയറ്റി പോകാൻ നോക്കൂല. വന്നപ്പോഴേ പെട്ടുപോയി. ഇത് ഈയിടയ്ക്ക് വെട്ടിയതാട്ടോ. ആണോ? ഈ വഴിയോ? ഈയിടയ്ക്ക് വെച്ചാൽ ഒരു വർഷമായിട്ട് വെട്ടി. ഒരു വർഷം ഞാൻ ഒരു വർഷമായിരുന്നു. ഓ പൊളി, ഇന്നത്തെ ദിവസം ധന്യമായി. ഓ സീൻ.
പിക്കയിലെ ആ ഓ മൂടിയടാ. നമ്മള് വന്നു മഴ പെയ്തു. ആ ഇറക്കുന്നത് എങ്ങനെയാലും ഇറക്കാം. അതെ മുള്ളൻതണ്ട് കുരിശുമല അല്ലെങ്കിൽ മുള്ളൻതണ്ട് വ്യൂ പോയിന്റ് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് റോഡും അതിലുപരി മേളിൽ എത്തിക്കഴിയുമ്പോൾ ഇത്രയും കിടലം വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം വേറെയില്ലെന്ന് തന്നെ പറയാം. ഇടുക്കി ജില്ലയിലെ പൂപ്പാറയ്ക്കടുത്ത് മൂന്നാറിനോട് ബോർഡർ ഇടുന്ന ഒരു പ്ലേസാണ് നമ്മുടെ ഈ ഒരു മുള്ളൻതണ്ട് കുരിശുമല അല്ലെങ്കിൽ മുള്ളൻതണ്ട് വ്യൂ പോയിന്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ കുറച്ചൊക്കെ പാടാണ് നമുക്ക് കയറി വരാനും കാര്യങ്ങളൊക്കെ. എന്നാൽ കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മുടെ അതേ മൈൻഡ് സെറ്റുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഓരോ ആൾക്കാരും ഇവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മുള്ളൻതണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നാണ്. നിങ്ങൾ കണ്ട പോലെ തന്നെ ഞങ്ങൾ മേളിലെത്തുമ്പോൾ ഒരിക്കലും ആലോചിച്ചില്ല ഇങ്ങനൊരു മഴ കിട്ടും, ഇത്രയും കോടയും മഞ്ഞും ഇത്ര അടിപൊളി ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുമെന്ന്. പക്ഷേ ഞങ്ങൾ മേളിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ അത്ര എഫേർട്ട് ഇട്ടതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് പോലെയായിരുന്നു ആ ഒരു ക്ലൈമറ്റ് വന്നതും. നമ്മൾ ആ റൈഡ് എൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലാസ്റ്റ് പ്ലേസ് ആയിരുന്നു മുള്ളൻതണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ദൂരെ നിന്നൊരു പെനോരമിക് വ്യൂവിൽ ഈ കോട കയറി വരുന്നതും ഇറങ്ങിപ്പോകുന്നതും നമ്മുടെ ഇടുക്കി ജില്ലയുടെ ആ ഒരു വ്യൂ പോയിൻറ്റ്സും ആ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. അങ്ങനെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിങ് ചെയ്യുന്നൊരു മഴയൊന്നുമല്ല, ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മഴ. അതിൻ്റെ കൂടെ കുറേ കോടയും കാര്യങ്ങളൊക്കെ കയറി വരും. അവിടെ ഇങ്ങനെ ആ വ്യൂ കണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. നിങ്ങൾ എന്തായാലും പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെടും കാര്യങ്ങളൊക്കെ വേണമെന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം റൈഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുറേ കഷ്ടതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പക്ഷെ ഇതെല്ലാം താണ്ടി മുകളിലെത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂവും കാര്യങ്ങളും കുറേ ലെസൺസും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിലെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ നിങ്ങൾക്കും അതേ എക്സ്പീരിയൻസ് അത് ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോകൾ കാണുമ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു മുള്ളൻതണ്ട് വ്യൂ പോയിന്റിലെത്തി കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു, റിലാക്സായി, മഴ നനഞ്ഞു, സന്തോഷിച്ചു. ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ആ ബൈക്കിലേക്ക് എത്തുമ്പോൾ ഉള്ള ആ ഒരു ഫീലുണ്ട്. ആ ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് ആ ഒരു റൈഡ് എൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു രസം അതൊന്ന് വേറെ തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തേ മതിയാവും. വലിയ എക്സ്പേർട്ടൊന്നും ആവണമെന്നില്ല, നമ്മൾ പോയി ചെയ്ത് കാണുള്ളൂ പല കാര്യങ്ങളും പഠിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്കും ഇതിനെല്ലാം പറ്റട്ടെ എന്ന് ഞാൻ വളരെയധികം മനസ്സോട് ആഗ്രഹിക്കുന്നു. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ബൈക്സ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ. ഏത് ബൈക്കും കൊണ്ടും നമുക്ക് എവിടെ ചെല്ലാം, കുറച്ച് മൈൻഡ് സെറ്റ് മാത്രം മതി എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ ഓർക്കുന്നു.
അമ്മാരി പോയോ? പയ്യെ ഇറക്കിയാൽ മതി. ഓഫ് ചെയ്ത് അങ്ങനെ ഇറക്കിയാൽ മതി. ആ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്താ വെച്ചാൽ ഈ സൈഡ് കാല് വിട്ടാൽ എങ്ങോട്ട് ചിലപ്പോൾ ചാടി. ഓക്കെ, ചിലപ്പോൾ ഇങ്ങോട്ട് വണ്ടി മതിയോ. കുറച്ച് റിവേഴ്സ് എടുക്കുവാണല്ലേ ആരും പിടിച്ച് കൂട്ടിനെ പിടിക്കാം. എല്ലാം കല്ല ക്ലച്ച് പിടിച്ചാൽ റിവേഴ്സ് ആകുമോ? ക്ലച്ച് പിടിച്ചിട്ടാവണല്ലോ. കല്ലടാ പോലെ ഇല്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. വണ്ടി പോകത്തില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. അയ്യോ ഫ്രണ്ടോ ഇവിടെ ഒരു കല്ലുണ്ട്. കല്ല് വെക്കണ കമാൻ കമാൻ നിക്കടാ പിടിച്ചിട്ടില്ല. ആക്സിലേറ്റർ വിട്ടു. ഓ അടുത്ത വീഴ്ചക്ക് റെഡി ആയി ഞാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അങ്ങോട്ട് കയറിയതുപോലെ ആയിരുന്നില്ല തിരിച്ചിറങ്ങിയപ്പോൾ ഒരു എക്സ്പീരിയൻസ്. അങ്ങോട്ട് കയറുമ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വഴികളൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിടന്നതുകൊണ്ട് തന്നെ സുഖമായിരുന്നു ടയർ കയറിപ്പോകാനായിട്ട്. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് തന്നെ അറിയില്ല, ഞാനൊരു 3-4 തവണയെങ്കിലും വീണ് കാണും എൻ്റെ ബൈക്കുമായിട്ട്. പക്ഷേ എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വീഴ്ചയിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ എങ്ങനെ നിർത്തിയില്ല, വീണു എണീച്ചു അങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും. അപ്പോൾ ഇതെല്ലാം കാണുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത്, നമ്മൾ വീട്ടിലിരുന്ന് വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും നമ്മളിതെല്ലാം പോയി എക്സ്പീരിയൻസ് ചെയ്യണം. പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ, എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും നമുക്ക് പറ്റുന്ന രീതിയിൽ ബൈക്സായിട്ട് പോവുക, ഇതെല്ലാം കാണുക. ഈവൻ കാറാണെങ്കിൽ പോലും ഒരു ഓഫ് റോഡറൊന്നുമില്ല നമുക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നോർമൽ ഒരു കാറിനൊന്നും ഒരിക്കലും ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. ഈവൻ ഓഫ് റോഡ് വണ്ടികൾ പോലും അവിടെ വന്നിട്ട് മറിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട്, കുറച്ച് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ മാത്രം മതി, സുഖമായിട്ട് ഇവിടെ എല്ലാം വന്ന് വളരെ സൂക്ഷ്മതയോടെ ഹെൽമെറ്റും കാര്യങ്ങളും ബാക്കി ഗിയേഴ്സും ഒക്കെ ഇട്ടിട്ട് തന്നെ വേണം വരാൻ. ഒന്ന് വീണെന്നും പറഞ്ഞൊന്നും പ്രത്യേകിച്ച് പറ്റാനായിട്ടൊന്നുമില്ല. ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് കൊക്കയാണ്, സൈഡിൽ കൊക്കയാണ്, അങ്ങനത്തെ പേടികളൊക്കെ തോന്നാം. പക്ഷെ അതൊക്കെ നമുക്ക് ആ ഒരു ഏരിയയിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത്രേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ഐഡിയ ഇവിടെ തീരെയാണ്. ഇപ്പോൾ ഉച്ചിലക്കത്തും മുള്ളം തണ്ടുമായിരുന്നു ഞങ്ങൾ ഈ ഒരു ഓഫ് റോഡിൽ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ ഉച്ചിലക്കുത്ത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് തീർച്ചയായിട്ടും കാണണം. കാരണം ഒരു ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഓഫ് റോഡാണ് ഈ 2 ഓഫ് റോഡ് വ്യൂ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇടുക്കിയിലേക്ക് വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാതെ പോകരുത്. ഒരു വീക്കെൻഡ് മതി, ഒരു ദിവസം മതി, നമുക്കിത് 2 എക്സ്പീരിയൻസ് ചെയ്ത് ലൈഫിലെ വലിയൊരു ഓർമ്മ തന്നെയാണ് ഈ ഒരു 2 സ്ഥലവും. അപ്പോൾ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, റൈഡ് സേഫ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ റൈഡ് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു യാത്രയുടെ വിശേഷമായിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും സ്റ്റേ ട്യൂൺ ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.